പല്ലക്കിലോ മഞ്ചലിലോ തൂളിലോ എങ്ങനെയായാലും കുഴപ്പമില്ല. അങ്ങനെ ഇപ്പൊ വരണ്ട. പപ്പന്റെ കൊച്ചുനാളിലെ ഞാൻ കുറെ എടുത്ത് നടന്നിട്ടുണ്ട്. അറിയാമോ, ഞാൻ കൊച്ചായിരുന്നപ്പോ എന്റെ ഒരു പല്ലൊടിഞ്ഞു പോയി. പപ്പൂസിന് ഓർമ്മയുണ്ടോ? എനിക്ക് 6 വയസ്സ്, പപ്പുവിന് 2 വയസ്സ്. നമ്മളെല്ലാം കൂടി കുന്നിന്റെ മുകളിലുള്ള ഒരു അമ്പലത്തിൽ തൊഴാൻ പോയി. എനിക്ക് പപ്പുവിനെ എടുക്കണം. പപ്പുവോ ആരെ കൊണ്ടും എടുക്കാൻ സമ്മതിക്കില്ല. ഒടുവിൽ ഞാൻ തൂക്കി എടുത്തു. പടി കയറുമ്പോഴുണ്ടല്ലോ ഞാൻ കിടക്കുന്ന 2ഉം കൂടി തടപെടാവെന്ന് എന്റെ ഒരു പല്ലട്ടം. അന്നൊക്കെ എന്ത് നല്ല കുട്ടിയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നേരത്തെ വരണേ. ഓൾറെഡി കണ്ടു കുഞ്ചു, കണ്ടു കണ്ടു കുഞ്ചു. അങ്ങനെ കണ്ടാ പറ്റത്തില്ല. പൂച്ച ചാടിയത് കൊണ്ടാ കുഞ്ചു ചിരിച്ച. ഇപ്പൊ അടുത്ത് പകുതിക്ക് മുകളില്, അടുത്തിട് താഴെ. ഇറങ്ങി വാ വെളിയില്. മുണ്ടെടുത്ത വലിയ ആളായി പോകുമെന്നാണോ വിചാരം? അതൊക്കെ രചിച്ചേച്ചി നോക്കിക്കോ. കോളേജിൽ പോയി വരുമ്പോഴേക്കും ഞാൻ ആള് വേറെ ആയിരിക്കും. അതിനല്ലേ ദിവസവും 2 സ്പെഷ്യൽ മുട്ട. പിന്നെ ഞാൻ പപ്പുവിനൊരു ജോലി തരട്ടെ. എന്ത് ജോലി? പപ്പുവിന്റെ സൈക്കിൾ ഇരിക്കല്ലേ, ഒന്ന് ടൗൺ വരെ പോവാവോ? ആദ്യം എന്തിനാന്നറിയട്ടെ, എന്നിട്ട് പറയാം പോവാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. ഇന്ന് പറ്റിയില്ലെങ്കിലേ സാറിന് സൗകര്യമുള്ള ദിവസം എനിക്ക് ആ വള വാങ്ങിച്ചോണ്ട് തരണം. വളയോ? ഏത് വള? ഏത് വളയോ? ഹൈസ്കൂളിന്റെ അവിടെ ആ ജംഗ്ഷനിൽ പോവില്ലേ, അവിടെ കടയില് കുപ്പിവള കിട്ടും കേട്ടോ. 2 ഡസൻ വാങ്ങിക്കണം. ദാ ഇതാണ് സൈസ്. 1/2 ഡസൻ കറുപ്പ്, 1/2 ഡസൻ പച്ച, 1/2 ഡസൻ കടും ചുമപ്പ്, പിന്നെ 1/2 ഡസൻ പപ്പുവിന് ഇഷ്ടമുള്ള നിറം. ഏത് നിറമാ പപ്പുവിന് ഇഷ്ടം? ചേച്ചിയുടെ നിറം. നീ ചൊല്ലുവിളി ഉള്ളവനാടാ. ചോദിക്കാനും പറയാൻ ഈ നാട്ടിൽ ആണുങ്ങളില്ലാതെ കാണോ ഒച്ചമണി? വയസ്സായെന്ന് ഞാൻ ഓർക്കില്ല. അടുത്ത് നിന്നൊക്കെ പല്ല് കളയാൻ ഈ നാട്ടിൽ ആമ്പിള്ളേരില്ലാഞ്ഞിട്ടോ. മനുഷ്യൻ കുളിക്കുന്ന കടവിലാണോടാ ഈ വൃത്തിയായിട്ട ജീവപ്രാണിയൊക്കെ ഇറക്കുന്നത്? വല്യമ്മേ, മനുഷ്യനും ഒരു ജീവപ്രാണിയാ. നിന്റെ ഒരു തത്വം പറിച്ചില്. നിന്റെ അങ്ങിരിക്കുന്നു വല്യമ്മ. അല്ല, നിങ്ങൾ ചെറുപ്പക്കാരിയാ. എന്റെ അമ്പാനെ, അമ്പാനെ,
അമ്മാനെ നിർത്താൻ എന്റെ അമ്മാനെ പറയുന്നത് കേക്ക് പിന്നെ കഷ്ടകാലത്തിന് സൈക്കിൾ മുറ്റാനും ചാവും. അങ്ങ് വായനശാലയിലേക്കാ. എന്ത് ചെയ്യാം, പൊട്ടന് ചെട്ടി ചത്തും, ചെട്ടിക്ക് ദൈവം ചത്തും. അതുകൊണ്ട് അമ്പാന് വായന ചത്തും. ചിരിച്ചോ. ഒച്ചമ്മണി എന്ത് പറഞ്ഞാലും അമ്പാന് തമാശയാ. അമ്പാനെ വായന മൂട്ടാ ജ്ഞാനം, ജ്ഞാനം മൂട്ടാ പ്രാന്തെന്നാ ശാസ്ത്രം. എഴുത്തും വായന അറിയാതെ വരുമ്പോഴേ ഇങ്ങനെ ഒരുപാട് ചാത്രങ്ങൾ തോന്നും. നീ പോടാ. എടി മാധവി, ഒന്നുകളെ ഞാൻ അങ്ങനെ നില്ലേ അമ്പാനെ. കൈ കാശ് വല്ലതും ഉണ്ടോ അമ്പാനെ? ഉണ്ടെങ്കിൽ ഉണ്ട് പൊന്നമ്പാനെ. എന്നാ എത്താരുന്നില്ല. എന്റെ അമ്പാനെ കൊച്ചമ്മണിക്ക് കാശ് മേടിക്കാൻ അമ്പാനോടല്ല, പിന്നെ ആരോട് ചോദിക്കാം? ആഹാ, തന്നില്ലല്ലോ. എന്റെ അമ്പാൻ വല്ലപ്പോഴും ഒക്കെ ഒളിച്ചും പാത്തും പൊടി മേടിക്കാൻ കൊച്ചമ്മണി വേണം. 10 പൈസ ചോദിച്ചാലുള്ളൊരു പവർ. വാങ്ങിച്ചോ? രാവിലത്തെ പവർ കണ്ടപ്പോ തോന്നി അടുത്തെങ്ങും വാങ്ങിച്ചു തരാൻ സൗകര്യം കാണില്ല. ഇപ്പോഴെന്തേ നല്ല ബുദ്ധി തോന്നിയത്? ഇനിയിപ്പോ വളയിടാത്തോണ്ട് ഉറങ്ങാതിരിക്കണ്ടെന്ന് വിചാരിച്ചു. അയ്യേ, ഞാൻ പോന്നു. എല്ലാവർക്കും അതിലത്ത് ഭാഗ്യം കിട്ടുമോ? യോഗം വേണമടാ, യോഗം. അല്ലാതെ കരഞ്ഞിട്ട് എന്ത് കാര്യം? ഡേ പപ്പു. ഒന്നുമില്ല. അല്ല, എങ്ങനെ ഇതിന്റെ ഒരു സംഗതി എന്ന് അറിഞ്ഞാൽ തിരക്കില്ലായിരുന്നു. എന്തൊക്കെയാ വാങ്ങിച്ചു കൊടുക്കണ്ടേ? സാറിപ്പോ എന്തോ ഒരു പൊതി കൊണ്ട് കൊടുത്തല്ലോ, എന്തായിരുന്നത്? അല്ല, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം, മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ അങ്ങ് ദേഷ്യപ്പെടാതെ. ഭയങ്കര അധ്വാനമാണല്ലോ. അങ്ങനെ ആ പെമ്പിള്ളേർ. അല്ലാതെ പപ്പുവിനെ പോലെ തെക്ക് വടക്ക് നടക്കുവാണോ? എന്താ പപ്പു ഇത്? ഒന്നുമില്ല. എന്താ ഒന്നുമില്ലേ? ദേ ഉള്ളത് പറഞ്ഞു. ആരുമായിട്ട് അടിപിടി കൂടിയത്? അടിപിടി കൂടിയിട്ടൊന്നുമില്ല. പിന്നെ എങ്ങനെയാ ഇത്? കാറ്റടിച്ചങ്ങ് മുറിഞ്ഞു പോയോ? ഇതിന് നഖം കൊണ്ട് മുറിഞ്ഞതാ. നഖം കൊണ്ട് മുറിഞ്ഞ എങ്ങനെ? എന്തിനാ പപ്പു കള്ളം പറയുന്നത്? പപ്പു ഇപ്പോഴും കൊച്ചുകുട്ടിയാണോ? ഒന്നുമില്ലെന്നേ.